ഓണൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള രസം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ. അതിനായിട്ട് കടയിൽ പോയിട്ട് രസപ്പൊടിയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു രസം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുടംപുളി മാത്രം എടുക്കരുത്, മറ്റേത് പുളിയായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പുളി നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഈ ഒരു പുളി നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു 1/4 മണിക്കൂർ ഈ ഒരു പുളിയെ നമുക്ക് പൊതിർത്തെടുക്കാം. അപ്പോൾ പുളി നന്നായിട്ട് പൊതിരുന്ന സമയത്ത് നമുക്കൊരു മിക്സി ജാറിൽ കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക് ഇവയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നല്ല പഴുത്തൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തക്കാളി മാത്രം മതിയാവും. ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ നാലായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, തൊലി കളയാത്ത വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിലൊന്നും അരച്ചെടുക്കേണ്ട, ഒന്ന് അരകുറയായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാവും. 1/4 മണിക്കൂറായിട്ടുണ്ട്. പുളിയൊക്കെ നന്നായിട്ടൊന്ന് പൊതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയത്. അപ്പോൾ പുളിയിലുള്ള ഇതേപോലത്തെ കുരുവും അതിൻ്റെ നാരൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ഒരു പുളി വെള്ളം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. ഇനി ഒരു വെള്ളത്തിലേക്ക് നമുക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മിക്സിയിൽ അരച്ച തക്കാളിയും വെളുത്തുള്ളിയും ജീരകവും ഇതൊക്കെ ഉണ്ടല്ലോ, ആ ഒരു മിശ്രിതം കൂടി നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കായപ്പൊടി ചേർക്കാം. ഞാൻ കായപ്പൊടി ചേർക്കുന്നില്ല, എനിക്കതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ കായപ്പൊടി ചേർക്കാത്തത്. അപ്പോൾ കായപ്പൊടി കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഒരു ചട്ടി എടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓയിൽ ഒന്ന് ചൂടായതിന് ശേഷം ഒരു 1/4 ടേബിൾ സ്പൂൺ കടുക് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വരമുളക്, അപ്പോൾ 2 വരമുളക് ഇതേപോലെ 4ആയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ പുളിവെള്ളത്തിൽ ചേർത്തെടുത്ത് മിക്സ് ചെയ്തൊക്കെ നന്നായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളക്കുന്നതിന് മുമ്പേ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു തിള വരുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് കൊതിച്ച് വരാൻ വേണ്ടി പാടില്ല. അപ്പോൾ അവിടെ ഇവിടെയായിട്ട് ലൈറ്റായിട്ടൊന്ന് തിളക്കുന്നതിന് മുമ്പേ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്താകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നന്നായിട്ട് തിളച്ച് വരികയാണെങ്കിൽ ഈ ഒരു രസത്തിന് ഒരു ഇരുമ്പിൻ്റെ ചൊവയായിരിക്കും കേട്ടോ ഉണ്ടാകുക. ഇതേപോലെ ലൈറ്റായിട്ടൊന്ന് തിളക്കുന്നതിന് മുമ്പേ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ രസം നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.